വക്രദൃഷ്ടി തുടരുന്നു. ചോദ്യപേപ്പർ ആണെങ്കിൽ ചോരും എന്ന അവസ്ഥയിലാണ് നമ്മുടെ സ്കൂൾ പരീക്ഷാ നടത്തിപ്പ്. പണ്ട് ഇ.ടി. മുഹമ്മദ് ബഷീർ മന്ത്രിയായിരുന്നപ്പോൾ നടന്ന ചോദ്യപേപ്പർ ചോർച്ച CBI വരെ അന്വേഷിച്ചതാണ്. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു വന്ന പിണറായി ഭരിക്കുമ്പോഴും ചോദ്യപേപ്പർ ചോർന്നാൽ എന്തു ചെയ്യും? കണക്ക് ചോദ്യപേപ്പറിൽ സിലബസിന് പുറത്തുനിന്ന് ചോദ്യം ചോദിച്ച് കുട്ടികളെ വട്ടം ചുറ്റിച്ചതിന് പിന്നാലെയാണ് ചോദ്യപേപ്പറിലെ കുറേ ചോദ്യങ്ങളും ചോർന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്തവണത്തെ ചോദ്യപേപ്പറുകൾ അബദ്ധ പഞ്ചാക്ഷരങ്ങളാണെന്ന് വിദ്യാഭ്യാസ വിചക്ഷണനായ രമേശ് ചെന്നിത്തലയും വിലയിരുത്തുന്നു. ഈ വർഷത്തെ കണക്ക് പരീക്ഷ അതിൻ്റെ ചോദ്യപേപ്പർ ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ പല ചോദ്യങ്ങളും പലതരത്തിലും മറ്റ് എവിടെ നിന്നോ കോപ്പി ചെയ്ത പോലെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കുട്ടികളുടെ ബുദ്ധിമുട്ടും തിരിച്ചറിഞ്ഞ് ഈ വർഷത്തെ കണക്ക് പരീക്ഷ നടത്തിയത് റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? ഈ മാസം 30-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിക്ക് കണക്ക് പരീക്ഷ വീണ്ടും നടക്കും. ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നുള്ള ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? 30-ാം തീയതി സ്കൂളുകളിൽ ഉള്ള മറ്റ് ക്ലാസ്സുകളിലെ പരീക്ഷ 31-ാം തീയതി കാലത്ത് 9:30 മണിക്ക് അതേ സ്കൂളുകളിൽ വെച്ച് തന്നെ നടക്കും. സാറേ, വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. SSLCയുടെ കണക്ക് പരീക്ഷ, +1 ജോഗ്രഫി, SSLCയുടെ ഹിന്ദി പരീക്ഷയിൽ 9 തെറ്റ്, +2 പരീക്ഷകളിൽ പലതും ഔട്ട് ഓഫ് സിലബസിലുള്ള ചോദ്യങ്ങൾ. പുതിയ ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് തരാം. +2 ജേർണലിസം പരീക്ഷയിൽ ഔട്ട് ഓഫ് സിലബസ് ആണ് പകുതിയോളം ചോദ്യങ്ങൾ. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, നേരത്തെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പോ കാണിച്ചത് മുദ്ര. വ്യവസ്ഥാപിതമായി SCERTയിൽ നിന്ന് വാങ്ങേണ്ട അധ്യാപകരുടെ ലിസ്റ്റ് വാങ്ങിയില്ല. വാങ്ങാതെ KSTA ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചതോടുകൂടിയാണ് ഈ SSLC +1 +2 പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് എങ്ങനെ സംസ്ഥാനത്ത് അധികാരത്തിൽ തുടരാൻ കഴിയും? 13-ാമത്തെ ചോദ്യത്തിൽ അകാൽ മേ ചൂഹോം കി ക്യാ ഹാൽ ഹോ ഗയി എന്ന് ചോദിച്ചിരിക്കുന്നു. ഹാൽ പുല്ലിംഗമായതുകൊണ്ട് ക എന്ന കാരക ചിഹ്നം ഉപയോഗിച്ച് ഗയ എന്നാണ് അവസാനിപ്പിക്കേണ്ടത്. മേൻ കർത്താവായിരിക്കുമ്പോ എന്താ ചേർക്കണ്ടെന്ന് പറഞ്ഞേ? നിന്നോട് ചോദിച്ചില്ല. അപ്പോ തും കർത്താവായിരിക്കുമ്പോഴോ? ഹും. ഹോ. അത്യാവശ്യം പറയാനുള്ള ഹിന്ദിയൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം SSLC പരീക്ഷയിൽ ഇത്രമാത്രം ക്രമക്കേടുകൾ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടാകില്ല. ഇദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ യാതൊരു അവകാശവുമില്ല. പാഠപുസ്തകം എത്താത്തതിനാൽ ഓണപ്പരീക്ഷ ഓണം കഴിഞ്ഞും നടത്താൻ തീരുമാനിച്ചതും പരീക്ഷാഫലത്തിലെ തെറ്റുമായിരുന്നു മുൻ മന്ത്രിയായ അബ്ദുർ റബ്ബിൻ്റെ കാലത്തെ പരീക്ഷാ പരിഷ്കാരങ്ങൾ. അബ്ദുർ റബ്ബ് കോളേജിലൊന്നും പഠിപ്പിച്ചിരുന്നില്ല. കോളേജ് മാഷായ C. രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്തും പിള്ളേരെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നത് തുടരുന്നു. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നാലകത്ത് സൂപ്പി, അന്ന് എല്ലാവരും പറഞ്ഞു സൂപ്പിയായിരുന്നു ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരിൽ ഇങ്ങനെ ഒരു റെക്കോർഡ് സൃഷ്ടിച്ച മന്ത്രി എന്ന് അന്ന് പലരും കരുതി. എന്നാൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വന്നപ്പോൾ നാലകത്ത് സൂപ്പി മാന്യനാണ് എന്ന് സ്ഥാപിച്ചു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞില്ലേ,
ഓണപ്പരീക്ഷ താമസിക്കുന്നത് ഓണം നേരത്തെ വന്നതുകൊണ്ട് ഞാനെന്ത് ചെയ്യാനാ? ഇതെങ്ങനെ മിസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ വീണ്ടും ഒരു ഇടവേള. പാലായിൽ നിന്ന് പാണക്കാട്ടേക്ക്. പാലായും പാണക്കാടുമായുള്ള ബന്ധമായി മാറിയ ബന്ധമാണ് അത്. ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയത് മലപ്പുറം വഴി UDF-ലേക്ക് മടങ്ങാനല്ലെന്ന് KM മാണി. കേരള കോൺഗ്രസ് എന്ന യൗവന യുക്തയെ UDF-ലേക്ക് കോൺഗ്രസ് നേതാക്കൾ മടക്കി വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് KM മാണിയുടെ പ്രതികരണം. മലപ്പുറത്ത് പോയത് മാണി സാറിന് പലപ്പോഴും തണൽ നൽകിയ ആൽവൃക്ഷമായ PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയാണ്. പാലായും പാണക്കാടും തമ്മിലുണ്ടായ ഉറച്ച ബന്ധത്തിൻ്റെ പേരിൽ. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു സമവായത്തിൻ്റെ ആളാണ്. അതാണ് എനിക്ക് താല്പര്യം കൂടുതൽ വന്നിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും ഈ വലിയ കെട്ടുപിടഞ്ഞ രാഷ്ട്രീയം അതിപ്രസരം വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരുമ്പോൾ എല്ലാത്തിനും മയമാണ്. എവിടെയും ഒരു സമവായം, കോംപ്രമൈസ്. ഏത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരുമ്പോൾ എല്ലാം തണുക്കും. ആ നിലയ്ക്ക് കേരളത്തിന് രാഷ്ട്രീയത്തിൽ തണുപ്പ് നൽകുന്ന തണൽ നൽകുന്ന ഒരു ആൽവൃക്ഷമായിട്ടാണ് ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണുന്നത്. കുടിയേറ്റ കർഷകരുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിലൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഉണ്ടാക്കിയ മാറ്റം ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എത്രയോ നൂറ്റാണ്ടുകാലമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. പാലായും പാണക്കാടുമായിട്ടുള്ള ബന്ധം എത്രയോ ദീർഘമായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ മുമ്പുള്ള നേതാക്കന്മാർ CH തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും പാലായും പാണക്കാടുമായുള്ള ബന്ധമായി മാറിയ ബന്ധമാണ് അത്. ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ചില ആളുകൾ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് UDF-ലേക്ക് ഒരു പാലമായിട്ടാണ് എന്ന് ചില ആളുകൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതൊരു പാലവുമല്ല, ഒരു കലുങ്കുമല്ല. ഇത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരും ഒന്നും വിഷമിക്കേണ്ട. ഞങ്ങൾ സ്വതന്ത്രമായി ചില തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ തീരുമാനമെടുത്തിരിക്കുന്ന തീരുമാനത്തിന് മാറ്റം വരാൻ ഇപ്പോൾ ഒരു സാഹചര്യവും ഇല്ല. അത് തിരുത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല. നമുക്ക് UDF എന്നുള്ള നിലയ്ക്കല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നുള്ള നിലയ്ക്ക്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ സമ്പൂർണമായ പിന്തുണ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഈ ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിനീതൻ വോട്ട് ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ നിങ്ങൾ തീരുമാനത്തിൽ നന്ദിയുണ്ട്. ഇന്നത്തെ വക്രദൃഷ്ടി അവസാനിപ്പിക്കാൻ സമയമായി. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.